ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് ബേസ് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടൈപ്സ് ഓഫ് സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എങ്ങനെ നമുക്ക് അതിന്റെ ശരി ഉത്തരത്തിലോട്ട് പോകാം എന്നതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് സെന്റൻസിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്ജക്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു സെന്റൻസ് തന്നതിന് ശേഷം അതിലെ സബ്ജക്ട് കണ്ടെത്തി എഴുതുക. അങ്ങനെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു സെന്റൻസ് തന്നിട്ട് അതിലെ സബ്ജക്ട് ഏതാണ് എന്ന് കണ്ടെത്തി എഴുതുക. അപ്പോ സബ്ജക്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെന്റൻസിൽ സാധാരണഗതിയിൽ തുടക്കത്തിലായിരിക്കും സബ്ജക്ട് സാധാരണഗതിയിൽ വരുന്നത്. ഒരു 90% ചോദ്യങ്ങളിലും തുടക്കത്തിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ PSC ചോദിക്കുന്ന ചോദ്യങ്ങളിൽ സബ്ജക്ട് എന്ന് പറയുന്നത് തുടക്കത്തിലായിരിക്കും. സബ്ജക്ട് സാധാരണഗതിയിൽ ഒരു വേർഡ് മാത്രമായിരിക്കട്ടെ, ഒരു കൂട്ടം വേർഡുകൾ സബ്ജക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, ഒരു കൂട്ടം വേർഡുകൾ സബ്ജക്റ്റ് ആയിട്ട് വരാം. ഒരു സെന്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സബ്ജക്റ്റ്, സെക്കൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സെന്റൻസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസ് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അതിലെ സബ്ജക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ നമുക്ക് സബ്ജക്റ്റ് കണ്ടുപിടിക്കാം? അതായത് ഒരു സെന്റൻസിൽ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതായിരിക്കും ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസിൽ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതായിരിക്കും ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിലെ, അപ്പോ നമ്മൾ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാനുള്ള കാര്യം, ഒരു സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഒരു സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം, ഒരു ഇംഗ്ലീഷിൽ മൊത്തം 24 ഓക്സിലറി വെർബുകളാണ്. 24 ഓക്സിലറി വെർബുകളാണ്. ഏതൊക്കെയാണത്? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ്ഡ്, ഇറ്റ്, ഓട്ട്. ഇത്രയും ഓക്സിലറി വെർബുകളുണ്ട്. ഇനി നിങ്ങൾ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഓക്സിലറി വെർബിൽ എവിടെയാണോ കാണുന്നത്, ആ ഓക്സിലറി വെർബ് മുതൽ പിന്നെ മുന്നോട്ട് കിടക്കുന്ന എല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗമായിരിക്കും. അപ്പൊ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഓക്സിലറി വെർബ് എവിടെയാണോ കിടക്കുന്നത് അത് മുതൽ മുന്നോട്ടുള്ളതെല്ലാം പ്രെഡിക്കേറ്റ് ആയിരിക്കും. ഈ ഓക്സിലറി വെർബിന് തൊട്ട് മുന്നേ കിടക്കുന്നതായിരിക്കും സബ്ജക്റ്റ്. ഈ ഓക്സിലറി വെർബിന് തൊട്ട് മുന്നേ ഉള്ളതെല്ലാം സബ്ജക്റ്റിന്റെ ഭാഗമായിരിക്കും. ആളിന്റെ പടമാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇത്ര മനോഹരമായ ഒരു പടം. ഈ പടത്തില് നമുക്ക് തലയുണ്ട്, കഴുത്തുമുണ്ട്, പിന്നെ ഇത് ശരീരമാണ്. ഈ കഴുത്തു ഭാഗം ഉണ്ടല്ലോ, ഈ നെക്കിന്റെ ഭാഗം, ഈ കഴുത്തു ഭാഗം, ഇതാണ് ഓക്സിലറി വെർബ്. AV എന്ന് എഴുതാൻ ചുറ്റും ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ഇത് മുതൽ താഴോട്ട് വരുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. ഇത് മുതൽ താഴോട്ട് വരുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. ഈ കിടക്കുന്ന തലയുണ്ടല്ലോ, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കൊരു ഓക്സിലറി വെർബ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്സിലറി വെർബ് കഴുത്താണെന്ന് വിചാരിച്ചോ. ഒരു തലയിൽ ഒരു ശരീരം, ആ ശരീരത്തിലെ കഴുത്ത് ഭാഗമാണ് ഓക്സിലറി വെർബ്. അതിന് താഴോട്ട് വരുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൽ മുതൽ താഴോട്ടുള്ളതെല്ലാം പ്രെഡിക്കേറ്റ്, ഇതിന് മുകളിലോട്ട് വരുന്നത് സബ്ജക്റ്റ്. അപ്പൊ തലഭാഗം സബ്ജക്റ്റ്. ഇത് നമ്മൾ തിരിച്ചു വെച്ചാലോ, ഇങ്ങനെ കിടത്തി കഴിഞ്ഞാല് കഴുത്ത് ഇവിടെ വരും അല്ലെ, പിന്നെ ഇവിടെ ശരീരം വരും, ഇത് തല വരും. അപ്പൊ ആദ്യ ഭാഗമായിരിക്കും മിക്കപ്പോഴും സബ്ജക്റ്റ് വരും. ഓക്കെ, പിന്നെ ആയിരിക്കും എന്ത് വരുന്നത്? ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ്. അത് മുതൽ പിന്നെ അങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും? പ്രെഡിക്കേറ്റിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പടം വരച്ചത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഓക്സിലറി വെർബ് 24 ഓക്സിലറി വെർബ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്സിലറി വെർബിൽ തുടങ്ങി അതിനുശേഷം വരുന്നതെല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. എന്നാൽ
അതിന് തൊട്ട് മുന്നേ വരുന്ന ഭാഗങ്ങളെല്ലാം സബ്ജക്റ്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇതില് ഒരു 3 ഓക്സിലറി വെർബുകളുണ്ട്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു, ഡസ്, ഡിഡ്. ഇവയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ എപ്പോഴും ഒരു മെയിൻ വെർബിനുള്ളിലായിരിക്കും വരുന്നത്. ഇവയെ നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവ വെളിയിൽ വരത്തുള്ളൂ. അല്ലാത്തപ്പം ഇവ എന്ത് ചെയ്യും, ഒരു വെർബിന് ഉള്ളിലായിരിക്കും ഈ വെർബുകൾ കിടക്കുന്നത്. അതൊക്കെയാ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന വെർബ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓക്സിലറി വെർബ് മാത്രം ഒരു സെന്റൻസിൽ നമ്മൾ കാണത്തില്ല. അപ്പൊ നമ്മുടെ സെന്റൻസ് മൊത്തം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവയെ കാണണമെന്നില്ല, ഇവന്മാരെ 3 എണ്ണത്തിനും കാണണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ മെയിൻ വെർബ് ഏതാണെന്ന് നോക്കാം. മെയിൻ വെർബ് ഏതാണെന്ന് നോക്കുക. ആ മെയിൻ വെർബ് മുതൽ പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം എന്താണ്, പ്രെഡിക്കേറ്റ് ആയിരിക്കും. ആ മെയിൻ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്നതെല്ലാം സബ്ജക്റ്റിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഈ മെയിൻ വെർബിനുള്ളിലായിരിക്കും ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഡു, ഡസ്, ഡിഡിനെ നമ്മൾ പുറത്തെടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ സാധാരണ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അതിനെ കുറിച്ച് പറയാം. തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, ഓക്സിലറി വെർബ് 24 ഓക്സിലറി വെർബ് ഉണ്ട്. ആ 24 ഓക്സിലറി വെർബില് ഡു, ഡസ്, ഡിഡ് ഇവ അല്ലാത്ത ബാക്കി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ കിട്ടും. എന്നാൽ ഇവ 3 എണ്ണവും നമുക്ക് എന്ത് ചെയ്യത്തില്ല, സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ കിട്ടത്തില്ല. കാരണം ഇവ ഒരു വെർബിന് ഉള്ളിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ ഓക്സിലറി വെർബോ മെയിൻ വെർബോ ഏതാണോ വരുന്നത് അത് തുടങ്ങി മുന്നോട്ട് പോകുന്നത്, അതിൽ തുടങ്ങി മുന്നോട്ട് പോകുന്നത് എല്ലാം പ്രെഡിക്കേറ്റും ഇതിന് തൊട്ടു മുന്നേ വരുന്നത് സബ്ജക്റ്റ് പാർട്ടും ആണ് എന്ന് പറയും. അപ്പൊ ഒരു സെന്റൻസ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിൽ തുടങ്ങി മുന്നോട്ട് കിടക്കുന്നത് ഇതും പിന്നെ ബാക്കി മുന്നോട്ട് കിടക്കുന്നതെല്ലാം പ്രെഡിക്കേറ്റും, എന്നാൽ ഇതിന് തൊട്ട് മുന്നേ കിടക്കുന്നതെല്ലാം സബ്ജക്റ്റിന്റെ ഭാഗം, സബ്ജക്റ്റ് പാർട്ടാണെന്നും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. സെന്റൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ സബ്ജക്ട്. ഇതിൽ സബ്ജക്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെന്റൻസ് ഇതാണ്, ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം നോക്കാം എന്താണ്, ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ സെന്റൻസ് നമ്മൾ വായിച്ചു നോക്കുകയാണ്, ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക് ആർ. അപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് കാണാൻ പറ്റും. 24 ഓക്സിലറി വെർബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏതാണ്, ആർ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാം, ഓക്കെ, ആറുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്, ആ ഓക്സിലറി വെർബ് മുതൽ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. ഇത് മുതൽ ഇങ്ങോട്ട് കിടക്കുന്നതെല്ലാം എന്തിന്റെ ഭാഗമാണ്, പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ, പിന്നെ ബ്യൂട്ടിഫുൾ ഇത് പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ കിടക്കുന്നത് ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇത് എല്ലാം സബ്ജക്റ്റിന്റെ ഭാഗമാണ്. ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക്, ഇത് സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയാൻ നേരത്തെ എന്താ വരുന്നത്, ദി ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് വരും. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, നമ്മൾ ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കി. ഇത് ഓക്സിലറി വെർബ് മനസ്സിലായി, ഇത് ഓക്സിലറി വെർബ്. ഇതിന് തൊട്ട് മുന്നേ കിടക്കുന്ന ഭാഗം നമ്മൾ സബ്ജക്റ്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ദി ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക് എന്ന് പറയുന്നത് ഇത് സബ്ജക്റ്റ് ആണ്. ഇതാണ് സബ്ജക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദി ബുക്സ് ഓൺ ദ ടേബിൾ ആർ മൈൻ. ദി ബുക്സ് ഓൺ ദ ടേബിൾ ആർ മൈൻ. സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. നമ്മൾ ഓക്സിലറി വെർബ് പറഞ്ഞായിരുന്നു, 24 ഓക്സിലറി വെർബ് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഓക്സിലറി വെർബ് നോക്കുക. ഇതിൽ നോക്കിക്കേ, നമ്മൾ ഈ ആറെന്ന് പറയുന്നത് ഓക്സിലറി വെർബായിട്ടും വരും മെയിൻ വെർബായിട്ടും വരും. ഓക്സിലറി വെർബായിട്ടും വരും മെയിൻ വെർബായിട്ടും. അപ്പൊ അത് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിപ്പിക്കും. നിങ്ങൾ ഇതിൽ ചെയ്യാനുള്ള കാര്യം, ഈ 24 ഓക്സിലറി വെർബിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നും ഉണ്ടോ എന്ന് നോക്കുക. 6 മുതൽ പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം എന്തായിരിക്കും, പ്രെഡിക്കേറ്റിന്റെ ഭാഗമായിരിക്കും. ആർ മൈൻ എന്നുള്ളത് പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. അതിന് തൊട്ട് മുന്നേ കിടക്കുന്ന നോക്കിയേ, എന്താണ്, ദ ബുക്സ് ഓൺ ദ ടേബിൾ. ദ ബുക്സ് ഓൺ ദ ടേബിൾ ഇത് സബ്ജക്റ്റ്. അപ്പൊ 6ന് തൊട്ട് മുന്നേ കിടക്കുന്ന ദ ബുക്സ് ഓൺ ദ ടേബിൾ, അപ്പൊ ഇത് സബ്ജക്റ്റ് ആണ്.
അപ്പൊ ഇതില് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ദ ബുക്സ് ഓൺ ദ ഈ വാക്കുകൾ മൊത്തം വരണം. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് മാത്രം ഇടില്ല. അപ്പൊ ഇതിനകത്ത് മെയിൻ സബ്ജക്ട് അങ്ങനെയല്ല, സബ്ജക്ട് പാർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗം എല്ലാം എഴുതണം. ദ ബുക്സ് ഓൺ ദ ടേബിൾ. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ചിലപ്പം ദ ബുക്സ് എന്ന് മാത്രം കാണും, ചിലപ്പം ദ ടേബിൾ എന്ന് മാത്രം കാണും. അങ്ങനെയല്ല, ഇതിന് തൊട്ടു മുന്നേ കിടക്കുന്ന ഭാഗം ഏതാണോ അത് എല്ലാം ഏതിന്റെ ഭാഗമാണ്? സബ്ജക്റ്റിന്റെ ഭാഗം. അപ്പൊ ഇതില് ഈ എന്ന് പറയുന്നത് മെയിൻ വെർബായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്സിലറി വെർബ് ആയിട്ടല്ല വന്നേക്കുന്നത്, മെയിൻ വെർബായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം, ഓക്സിലറി വെർബ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കാനുള്ള കാര്യം 24 ഓക്സിലറി വെർബ് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടത് ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ്ഡ് ടു, ഓട്ട് ടു. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് കാണാൻ പറ്റി, ആരുണ്ടായിരുന്നു? ആറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6 മുതൽ അതിന് ശേഷമുള്ളതെല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 6ന് തൊട്ട് മുന്നേ കിടക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് എന്നല്ലേ. അപ്പൊ അത് സബ്ജക്റ്റ് ആണ്, മനസ്സിലായി. ഇവിടെ നോക്കിയേ, ദ ബുക്സ് ഓൺ ദ ടേബിൾ ആർ മൈൻ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ നോക്കിയടാ, 6 ഉണ്ട്. ദ ബുക്സ് ഓൺ ദ ടേബിൾ, അതിന് ശേഷം എന്തുകൊണ്ടടാ? 6 ഉണ്ട്. അപ്പൊ ഈ 6 മുതൽ ശേഷം അങ്ങോട്ട് വരുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. ഇതിന് തൊട്ട് മുന്നേ വരുന്ന ദ ബുക്സ് ഓൺ ദ ടേബിൾ, ഇത് എന്തിന്റെ ഭാഗമാണോടാ? സബ്ജക്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, സബ്ജക്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് മാത്രമല്ല, ഇത് മൊത്തം സബ്ജക്റ്റിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലായി. ഇങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ. അത് ലിറ്റിൽ ട്രീ വാസ് കവേർഡ് വിത്ത് ലീവ്സ്. ദ ലിറ്റിൽ ട്രീ വാസ് കവേർഡ് വിത്ത് ലീവ്സ് എന്നുള്ളതാണ്. ഇതിൽ എന്തുണ്ടോടാ അതിനകത്ത് ഓക്സിലറി വെർബ് ആയിട്ട്? എന്തുണ്ട്? അപ്പോ നമുക്ക് വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി. ഒരു സെന്റൻസിൽ നമ്മൾ ഇത് ഓക്സിലറി വെർബ് ആയിട്ടാണോ മെയിൻ വെർബ് ആയിട്ടാണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നേരത്ത് നമുക്ക് ഓക്സിലറി വെർബ് ആയിട്ട് തന്നെ വിചാരിക്കാം. ഇങ്ങനത്തെ ഓക്സിലറി വെർബ് ഉണ്ടോ? വാസ് ഉണ്ടോ? ഉണ്ട്. വാസിന് ശേഷം എന്ത് കിടപ്പുണ്ട്? കവേർഡ് വിത്ത് ലീവ്സ് കിടപ്പുണ്ട്. ഇത് പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. വാസ് കവേർഡ് വിത്ത് ലീവ്സ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. ഇതിന് തൊട്ടു മുന്നേ കിടക്കുന്ന ദ ലിറ്റിൽ ട്രീ എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, ഇത് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ ലിറ്റിൽ ട്രീ. പ്രെഡിക്കേറ്റ് ഏതാണ്? വാസ് കവേർഡ് വിത്ത് ലീവ്സ്. ഓക്കെ, നോക്കാം. ഇതില് ദേ വാച്ച് TV എവരി ഈവനിങ് എന്നാണ്. ദേ വാച്ച് TV എവരി ഈവനിങ്. ഇതില് നമുക്കറിയാം ഈ സാമാർ, വാസ്, വെയർ, പിന്നെ അങ്ങനത്തെ ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്. ഇത് നോക്കുമ്പോൾ ഓക്സിലറി വെർബ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. ഈ സെന്റൻസിൽ അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതിലെ ഓക്സിലറി വെർബ് 3 ഓക്സിലറി വെർബ് വരാൻ ചാൻസ് ഉള്ളൂ. ഇതില് ഓക്സിലറി വെർബ് 3 വരാൻ ചാൻസ്. അതാണ് ഡു, ഡസ്, ഡിഡ്. കാരണം അത് ഈ ഡു, ഡസ്, ഡിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവ ഏതെങ്കിലും വെർബിന് ഉള്ളിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വെർബിന് ഉള്ളിലായിരിക്കും. അവ എന്ത് ചെയ്തില്ല, വിസിബിൾ ആയിട്ട് വെളിയിൽ വരത്തില്ല. നെഗറ്റീവ് ആകണമെങ്കിലോ അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആകണമെങ്കിലോ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഓക്സിലറി വെർബ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെളിയിൽ എടുക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള ടൈമില്ല. അങ്ങനത്തെ ഒരു ടൈമില്ല. നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് മെയിൻ വെർബ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. അതായത് ഇതിലെ മെയിൻ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ എന്ത് പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്? അവർ കാണുക എന്നുള്ള പ്രവൃത്തിയാണ്. ദ വാച്ച്, ഇതാണ് അവരുടെ പ്രവൃത്തി. അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്. അപ്പൊ ഇത് മെയിൻ വെർബാണ്. ദേ വാച്ച്, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ദേ വാച്ച്, അവര് കാണുന്നു. ഇതാണ് ഇതിലെ മെയിൻ വെർബ്. മെയിൻ വെർബ് മുതൽ ശേഷം വരുന്നതെല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗം. അപ്പൊ ഇത്രയും ഭാഗം പ്രെഡിക്കേറ്റ് ആണ്. മെയിൻ വെർബിന് തൊട്ട് മുന്നിൽ വരുന്നത് സബ്ജക്റ്റ് ആണ്. ഇത് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ സബ്ജക്റ്റ് എന്ന് പറയാം. ഈ ഭാഗം വാച്ച് TV എവരി ഈവനിങ്, ഇതിനെ നമുക്ക് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്തു? ഓക്സിലറി വെർബ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്സിലറി വെർബ് നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലെ മെയിൻ വെർബിനായിരിക്കും എടുക്കുന്നത്. കാരണം നമുക്ക് ഓക്സിലറി വെർബ് ഇതിനകത്ത് ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെന്ന് പറയുന്നത് ഇതിലെ ഡു എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട് ഇതിനകത്ത്. ആ ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ് പക്ഷെ മെയിൻ വെർബിന് ഉള്ളിൽ ആണ് കിടക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഓക്കെ, അതിനെ കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യാം, അത്
ഓക്സിലറി വെർബിന്റെ ആ ഡു ഫോംസിനെ കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുന്ന ടൈമിൽ കൂടുതൽ മനസ്സിലാവും. തൽക്കാലത്തേക്ക് നമുക്ക് അത്ര കാര്യങ്ങളൊന്നും ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല, അത്ര കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം നോക്കുക. ഇതിലെ മെയിൻ വെർബ് ഏതാണ്? വാച്ച്. മെയിൻ വെർബ് ഏതാണെന്ന് മനസ്സിലായല്ലോ, കാണുക എന്ന് പറയുന്ന വാച്ച്. അതിനുശേഷം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രെഡിക്കേറ്റിന്റെ ഭാഗം. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയടാ. The man and his wife were cooking in their yard എന്നാണ് ക്വസ്റ്റ്യൻ. The man and his wife were cooking in their yard. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ വേർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ട്. ഇത് മുതൽ താഴോട്ട് മീൻസ് ഇത് മുതൽ അങ്ങോട്ട് കഴിഞ്ഞു വരുന്നതെല്ലാം എന്തിന്റെ ഭാഗമാണ്? പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. ഇത് മുതൽ അങ്ങോട്ട് വരുന്നതെല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. അപ്പൊ വേർ കുക്കിംഗ് ഇൻ ദ യാർഡ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? അത് പ്രെഡിക്കേറ്റ് ആണ്. ഇതേതാ? പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് ആണ്. ഇതിന് തൊട്ട് മുന്നേ വരുന്നു ദ വൈഫ്, ദ മാൻ ആൻഡ് ഹിസ് വൈഫ്. ഇത് സബ്ജക്റ്റിന്റെ ഭാഗം. ഇത് സബ്ജക്റ്റ് ആണ്. ഇത് സബ്ജക്റ്റ്. ഏതായാലും സബ്ജക്റ്റ് ദ മാൻ ആൻഡ് ഹിസ് വൈഫ് എന്ന് പറയുന്ന സബ്ജക്റ്റും വേർ കുക്കിംഗ് ഇൻ ദ യാർഡ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. എന്തുവാണ്? പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ്. ഓക്കെ, അത് കിട്ടിയത് ഒന്ന് നോക്കി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം നമുക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ വെന്റ് ഷോപ്പിംഗ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ വെന്റ് ഷോപ്പിംഗ്. ഇവിടെ നമുക്ക് എന്താണ് ഒരു ഓക്സിലറി വെർബ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു ഓക്സിലറി വെർബ് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മെയിൻ വെർബ് ഉണ്ടോ അല്ലെങ്കിൽ മെയിൻ വെർബ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, മൈ ഫ്രണ്ട് എന്റെ സുഹൃത്തും എന്റെ കൂട്ടുകാരനും, ആൻഡ് ഐ ഞാനും വെന്റ് ഷോപ്പിംഗ് എന്നാണ്. അപ്പൊ വെന്റ് മീൻസ് പോയി എന്നാണ്. അപ്പൊ നമുക്ക് ഇതിലെ മെയിൻ വെർബിനെ കിട്ടിയ വെന്റ്. വെന്റ് ഗോ എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. ആ ഗോ എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോം ആണ് വെന്റ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ്? ഇതിനകത്ത് കിടക്കുന്ന ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. ഡിഡ് എന്ന് പറയുന്ന ഡു ഫോമിന്റെ ഓക്സിലറി വെർബ് ഡു, ഡസ്, ഡിഡ്. ഈ ഓക്സിലറി വെർബുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ എപ്പോഴും എന്ത് ചെയ്തില്ല, വെളിയിൽ വരണമെന്നില്ല. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെളിയിൽ എന്ത് ചെയ്യുന്നില്ല, വരണമെന്നില്ല. അപ്പൊ മെയിൻ വെർബ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. വെന്റ് എന്ന് പറയുന്ന മെയിൻ വെർബ് നമുക്ക് കിട്ടി. പോയി എന്നുള്ള മെയിൻ വെർബ് കിട്ടി. അതിനുശേഷം വരുന്നത് നോക്കിയേ, വെന്റ് ഷോപ്പിംഗ്. ഇത്രയാണല്ലോ വെന്റ് ഷോപ്പിംഗ്. ഇത് ഏത് ഭാഗമാണോ? ഇത് പ്രെഡിക്കേറ്റ് ആണ്. ഇത് മുതൽ ഇത്ര എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. ഇത് പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണ്. സബ്ജക്റ്റിന്റെ ഭാഗം എന്താ? ഈ മെയിൻ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്നതെല്ലാം സബ്ജക്റ്റിന്റെ ഭാഗമാണ്. ഏതൊക്കെയാ? മൈ ഫ്രണ്ട് ആൻഡ് ഐ. ഇതാണ് സബ്ജക്റ്റ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ ഇതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മൈ ഫ്രണ്ട് ആൻഡ് ഐ ഇത് സബ്ജക്റ്റിന്റെ ഭാഗമാണ്. വെന്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ എങ്ങനെ നമുക്ക് സബ്ജക്റ്റിനെ കണ്ടെത്താം? ആ സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ് എന്ന് നോക്കുക, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ മെയിൻ വെർബ് ഏതാണ് എന്ന് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ആ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് മുതൽ പിന്നെ ബാക്കി വരുന്നതെല്ലാം പ്രെഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അതിന് തൊട്ടു മുന്നേ കിടക്കുന്ന എല്ലാ ഭാഗവും സബ്ജക്റ്റിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പാർട്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്ജക്റ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്തായിരിക്കും മെയിൻ സബ്ജക്റ്റ് വരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ മാറി ചോദിക്കാറില്ല. ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആദ്യ ഭാഗത്തായിരിക്കും വരുന്നത്. എന്നാൽ എപ്പോഴും ആദ്യ ഭാഗത്ത് തന്നെയാണ് സബ്ജക്റ്റ് വരണം അങ്ങനെയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിയേ, ഹിയർ ദെയർ എന്ന് പറയുന്ന വേർഡുകൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വെർബായിരിക്കും വരുന്നത്. അതിനുശേഷം ആയിരിക്കും മെയിൻ സബ്ജക്ട് വരുന്നത്. അപ്പൊ ഒരു സെന്റൻസ് ഹിയറിലോ ദെയറിലോ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം വെർബും ആ വെർബിന് ശേഷമായിരിക്കും എന്ത് വരുന്നത്? മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് വരുന്നത്. ആ സമയത്ത് മെയിൻ സബ്ജക്ട് ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഓക്സിലറി വെർബോ വെർബുമാണ് തൊട്ട് മുന്നേ കിടക്കുന്ന ഈ രണ്ട് വാക്കുകൾ ഏതെങ്കിലും ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് വരും. അപ്പൊ ഇതൊരു എക്സെപ്ഷൻ ആണ്. സാധാരണഗതിയിൽ PSC ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന ടൈമിൽ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആദ്യം കാണുന്നതാണ് സബ്ജക്ട്. സാധാരണഗതിയിൽ അങ്ങനെ ശരിയാവാറുണ്ട്. പക്ഷെ എല്ലാ സമയങ്ങളിലും അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ നാളെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഹിയർ ദെയർ എന്നീ വാക്കുകൾക്ക് ശേഷം വെർബാണ്. ആ വെർബിനും ശേഷമായിരിക്കും എന്ത് വരുന്നത്? മെയിൻ സബ്ജക്റ്റ് വരുന്നത്. ഈ രണ്ട് സെന്റൻസ് ഒന്ന് നോക്കുക. ഓക്കെ,
ഈ രണ്ട് സെന്റൻസുകൾ നോക്കിയേ. There goes the principal. Here comes the rain. ഇതിൽ സബ്ജക്ട് ഏതാ? മെയിൻ സബ്ജക്ട് ഏതാ? ഇതിലെ മെയിൻ വെർബ് ഏതാണ്? ഇതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ ഈ ഗോസ് എന്ന് പറയുന്ന ഇതാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. There goes. അപ്പൊ നമുക്കറിയാം ഇത് മെയിൻ വെർബാണ്. ഇതിലെ മെയിൻ വെർബ് ഏതാണ്? കംസ് എന്ന് പറയുന്നതാണ് മെയിൻ വെർബ്. നമുക്കറിയാം ഈ വെർബിന് മുന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചു വെച്ചതാണെങ്കിൽ സബ്ജക്റ്റ് വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിയേ, ദെയർ ഹിയർ. അപ്പൊ ഞാൻ പറഞ്ഞു ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന് ശേഷമായിരിക്കും ഇത് വരുന്നത്, സബ്ജക്റ്റ് വരുന്നത്. ഇവിടെ നോക്കി മെയിൻ വെർബിന് ശേഷം കിടക്കുന്ന വാക്ക് ദ പ്രിൻസിപ്പൽ. ദെയർ ഗോസ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ ദോ പോണം എന്ന് പറയുന്ന ടൈമിൽ അത് സബ്ജക്റ്റ് ഏതാ? ദ പ്രിൻസിപ്പൽ ആണ്. ദെയർ പ്ലസ് വെർബ് പ്ലസ് റിയൽ സബ്ജക്റ്റ്. ഓക്കെ, ആദ്യമല്ല അതിനുശേഷമാണ് വരും. അതേപോലെ ഇവിടെ നോക്കി, ഹിയർ കംസ് ദ റെയിൻ. കംസ് എന്ന് പറയുന്ന മെയിൻ വെർബ്, അതിനുശേഷം റെയിൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ റെയിൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് എങ്ങനെ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓക്സിലറി വെർബ് 24 ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ഇതിൽ തുടങ്ങി അതിന് മുന്നോട്ട് കിടക്കാൻ, അതിന് തൊട്ട് മുന്നേ കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും സബ്ജക്റ്റ് പാർട്ടും, ഇതിൽ തുടങ്ങി ശേഷം വരുന്ന എല്ലാ ഭാഗവും പ്രെഡിക്കേറ്റിന്റെ ഭാഗമായിരിക്കും. ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. ഈ എക്സെപ്ഷൻ ഹിയർ, ദെയർ എന്നീ വാക്കുകൾക്ക് ശേഷം സാധാരണ വെർബിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, റിയൽ സബ്ജക്റ്റ് വരുന്നത്. സാധാരണ ഇങ്ങനെ അത് ചോദിച്ച് കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ആയിരിക്കും സാധാരണഗതിയിൽ സബ്ജക്റ്റ് വരുന്നത്. പിന്നെ സബ്ജക്റ്റ് ഒരു കൂട്ടം ഒരു ഫ്രേസ് ആയിട്ട് തന്നെ ഒരു കൂട്ടം വാക്കുകളായിരിക്കും വരും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വേർഡ് തിരഞ്ഞെടുത്ത് എഴുതുന്നില്ല. അങ്ങനെയല്ല, ഓക്സിലറി വെർബിന് തൊട്ട് മുമ്പ് എത്ര വാക്കുകളുണ്ടോ ആ എല്ലാ വാക്കുകളും നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണക്കാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് സെന്റൻസ് ഉണ്ട്. അതിൽ നമ്മുടെ സെന്റൻസിനെ ഇനി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ, സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ്സുകളും അതിനെക്കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് ബാക്കി നമുക്ക് പഠിക്കാം. അതും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.